ഇപ്പോൾ വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് കോൺഗ്രസ്സുകാരാണോ ആരാണോ തീരുമാനിക്കേണ്ടത് പോലീസാണ്. പോലീസ് ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒരു മരണക്കുറിപ്പും അദ്ദേഹം അവസാനം എഴുതി വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കണ്ടെടുത്ത സാഹചര്യത്തിൽ അത് വെളിപ്പെടുത്താൻ വേണ്ടി പോലീസ് തയ്യാറാകണം. അതിലെന്തോ കള്ളക്കളി ഉണ്ടോ എന്നപ്പോൾ സംശയമുണ്ട്. തങ്കച്ചനെ 17 ദിവസം റിമാൻഡിലേക്ക് അയച്ചതാണ് പുൽപ്പള്ളി പോലീസ്. സാധാരണഗതിയിൽ കേസ് ഉണ്ടായി, അതിനെ സംബന്ധിച്ചൊന്ന് അന്വേഷിച്ച് ആ അന്വേഷണം റിപ്പോർട്ടോട് കൂടിയാണ് കോടതിയിലേക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ട് ഹാജരാക്കി റിമാൻഡ് ചെയ്യണമെങ്കിൽ റിമാൻഡ് ചെയ്യും, ജാമ്യം കൊടുക്കാമെങ്കിൽ ജാമ്യം കൊടുക്കും. അപ്പോൾ അതിലൊക്കെ നടന്നത് എന്തോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദുഷ്ടലാക്കോടുള്ള ഒരു സമീപനം പ്രവർത്തനം ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു. ആ റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഇതിൽ ഉത്തരവാദികളാണെന്നും പറഞ്ഞിട്ട്. ഞാനിത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നും അല്ല. 10-55 കൊല്ലമായി ഈ രാഷ്ട്രീയ രംഗത്ത് വയനാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ചില മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സിലെ പല കാരണങ്ങളുണ്ട് അതിനൊക്കെ തന്നെ. ഒരു TVയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാർത്താ മാധ്യമത്തെ സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യസന്ധമായ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുള്ള കാര്യത്തിൽ. ഇതല്ലാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ്, ഒരു പ്രയാസം മനസ്സിന് പറ്റിയത് കൊണ്ടാണ്. ഈ മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിന്റെ വിഭാഗീയത പരിഹരിക്കുന്നത് DCC നേതൃത്വത്തിൽ ND അപ്പച്ചൻ വയനാട് DCCയുമായി ബന്ധപ്പെട്ട അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ ദുരൂഹമായ ആത്മഹത്യകൾ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുകയാണ്.